നോക്കി. എന്താ? അതെ, ഈ വരുന്ന ഞായറാഴ്ച നമ്മളെ മാനുന്റെ കുട്ടീന്റെ ഒന്നാം പിറന്നാളാണ്. അയിന് മാനു വിളിച്ചേന്നു. ആരെ? ഇന്നെ വിളിച്ചേന്നു. നിങ്ങളെ വിളിച്ചിട്ട് കിട്ടണില്ലാന്ന് പറഞ്ഞു. നിങ്ങളെ ഫോൺ എന്തേ സ്വിച്ച് ഓഫാ? ഇന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലേ? ഞാൻ കിട്ടണ അതുവരെ വിളിക്കണം. ആവശ്യം ഉണ്ടെങ്കിൽ അതൊക്കെ നടക്കും. എന്തായിക്ക അങ്ങനെയൊക്കെ? ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അനക്കിപ്പോ എന്താ വേണ്ടേ? അത് അടുത്ത ആഴ്ച എന്തായാലും നമുക്ക് എന്റെ വീട് വരെ പോണം. പോകുമ്പോ എന്തേലും കൊണ്ടുപോകും വേണം. ഓ, അപ്പൊ അതാണ് എന്റെ കാര്യല്ലേ? നടക്കൂല മാളെ. എന്റെ പെരക്കാര് ശ്രീധരൻ തരാറുണ്ട്, അതന്നെ ഞാൻ പറ്റിച്ചിക്കണ്. ഇനിയിപ്പൊ ഇവിടുന്ന് ഇനി പിന്നെ അവിടെ കൊണ്ടുപോകേ? ഒരിക്കലും നടക്കൂല മാളെ. ഇക്ക മോശല്ലേ? എല്ലാരും ഉണ്ടാവൂലേ? അപ്പൊ നമ്മള് മാത്രം എങ്ങനെ അവിടെ ഇല്ലാതെക്ക? അതുമല്ല, എല്ലാരും അറിഞ്ഞാലോ? അറിയട്ടെടി, എല്ലാരും അറിയട്ടെ. എന്റെ പെരക്കാരൻ മഹിമ എന്റെ അടുത്ത് കായുണ്ട്, ഇജ്ജ് പോയിക്കോ. ഈ പേര് പറഞ്ഞിട്ട് ഇന്നോട് തിരക്കൂടാൻ വരണ്ട. ഓ, ഓളോളെ പെരക്കാരും. ഉമ്മാന്റെ കൂടെ ഇപ്പൊ വരും. എന്താ പറയും ഞാൻ? എടാ, ഇച്ചിപ്പോ അങ്ങോട്ട് ബേജാറ് പിടിച്ച് പായുന്നത്. കുഞ്ഞോളൊക്കെ വന്നിട്ടേ, ഓള് വന്നിച്ച് കണ്ടില്ലേ? ഓള് വന്നിട്ടുണ്ടോ? ഓളിപ്പോ മിഞ്ഞാന്നല്ലേ പോയത്? എന്താ പെട്ടെന്നൊരു വരവ്? ഞാൻ ഏതായാലും ഇപ്പൊ വരാം. അതെന്താ മിഞ്ഞാന്ന് വന്നു പോയിട്ട് പിന്നെ അങ്ങോട്ട് വരാൻ പാടില്ലാന്നുണ്ടോ? അങ്ങനെയാണെന്നാ? അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞതേ. ഇത് എന്റെ പേരെയും കൂടിയല്ലേ? അനക്ക് എപ്പം കാണിച്ചു ഇങ്ങോട്ട് വന്നൂടെ? എടാ, അന്റെ പെണ്ണുങ്ങളെ വന്നതിനൊരു കാരണം കൂടി ഉണ്ട്. എന്ത് കാരണം? ഈ ചതൽ പൂട്ടി വെച്ചാ ഇജ്ജ് വന്ന കാര്യം എന്റെ അമ്മയോട് പറഞ്ഞു കൊടുത്ത് തൊള്ളർന്നേ. ഓനോടല്ലേ പണക്ക് വന്ന് പറയാനുള്ളത്. അനക്ക് ബേജാറെങ്കിൽ ഇവിടെ ഇരുന്ന. ഓള് പറഞ്ഞതല്ലേ അമ്മ, എനിക്കൊരു ബേജാറുമില്ല. ഞാൻ അവിടെ ഇരുന്നോണ്ട്. നിങ്ങളേ കാര്യം എന്താ വെച്ചാ പറ. ചോദിച്ചേ? അതെ, എനിക്കൊരു 5000 റുപ്യ വേണം. 5000 റുപ്യ? എന്തിന്? അതെ, അവിടെ നിൽക്കാൻ്റെ ഫാമിലിനെ എല്ലാരും പോയിട്ട് ടൂർ പോകുന്നുണ്ട്. ഞാൻ എന്നോട് പറഞ്ഞില്ലേ? അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ മാത്രം പോകാനും ശരിയാവില്ല. അതിന് വേണ്ടിയിട്ടാണ്. അയിനാണോ? ഭൂമിയെ എന്റെ പേസ് എടുത്തോടുന്ന.
ബേജല്ല്. എന്താ പൂവേച്ചി അവിടെ തിരിഞ്ഞെടുക്കണ്? ഒന്നുകൊണ്ട് വാ വേഗേ. ഇന്നാ ഇത് മതിയാവൂലേ? അല്ലെങ്കിൽ മാണ്ട, ഇതും കൂടി പിടിച്ചോ. എന്നാ നല്ലടി, എന്റെ കെട്ടിയുടെ കൂട്ടക്കാരൊക്കെ ചൂടോളനി. എന്റെ കെട്ടിയുടെ അടുത്തൊരു പൈസ ഇല്ല. അപ്പൊ ഇല്ലാഞ്ഞിട്ടാണമ്മ നിങ്ങളത് എന്ത് വർത്താനായി പറയുന്നത്? ഞാനിങ്ങനെ ഇടത്തും തലക്കും വന്ന് ബന്ധം പുലർത്തിയിട്ടില്ലെങ്കിലേ പിന്നെ ആങ്ങളും പെങ്ങളും തമ്മിൽ എന്ത് ബന്ധം ഉണ്ടാകുക? ഏതായാലും ഞാൻ പോകണേ. ഇനി പറ്റെങ്കിലേ അടുത്ത ആഴ്ച വരണ്ട്. ഞാൻ പോയാലമ്മ. ഏതായാലും ഉമ്മാന്റെ കുട്ടീന്റെ ബുദ്ധി പോയ പോക്ക് എടുക്കണില്ല. ഇപ്പൊ തന്നെ ഓക്ക് സ്വന്തമായിട്ടേ ഓനിട്ട് കൊടുക്കാൻ പാടില്ല. നമ്മളെ കാര്യത്തിലുള്ള ശ്രദ്ധ കഴിഞ്ഞിട്ടേ ഓളെ കാര്യത്തിലുള്ള ശ്രദ്ധ ഉണ്ടാക്കാൻ പാടുള്ളൂ. ഓനെ വരച്ച വരയിൽ നിർത്താൻ പഠിച്ച പണി നോക്കുന്നുണ്ട്. ഓനെ കിട്ടണില്ല. ഈ നടന്നതൊന്നും ഓക്ക് പറ്റുന്നില്ല. ഓളെ മോക്ക ശ്രദ്ധിച്ചു. എവിടെ വരെ പോകും നോക്കാലോ. ഏതായാലും നമ്മളൊക്കെ ഉണ്ടല്ലോ അമ്മ അവിടെ. അത് പേടിക്കല്ലേ. എന്താ കടിക്കണം? ഇക്ക ഞാൻ വീട് വരുന്നു പോട്ടെ. ഞാൻ പറഞ്ഞു എന്നോട് പോകണ്ടെന്ന്. അതല്ല പൈസ. പൈസ 10 പൈസ ചേർന്ന് കിട്ടൂല. പിന്നെ ഞാനെങ്ങനെ പോകുക? ഇജ്ജ് എങ്ങനെ പോലും മാണ്ടിയില്ല. ഇഞ്ചകന്ന് 10 പൈസ കിട്ടൂല. പിന്നെ എത്തിനാണ് ഇഞ്ഞോട് കെട്ടി വെച്ച് കൊടുത്തിക്കണത്? ഞാനിപ്പോ എങ്ങനെയുണ്ടല്ലോ മിനിറ്റ് വന്നാണ് ഇങ്ങോട്ട് പൈസ ചോദിക്കണേ. അപ്പൊ എടുത്തു കൊടുക്കാൻ പൈസ ഞാനെനിക്കൊക്കെ അധികം പറ്റി. ഇജ്ജ് ഇഞ്ച പെങ്ങള് വരുന്നതിനും പോകണേനും ഞാൻ ഒക്കെ കൊടുക്ക കണക്കറിയാൻ തുടങ്ങി എന്നോട്. എടി ഇങ്ങോട്ട് നോക്ക്. ഓളിഞ്ച് സ്വന്തം പെങ്ങളാ, ഇഞ്ച സ്വന്തം ചോര. ഓളത് കഴിഞ്ഞിട്ട് ഇവിടെ വേറെ ആർക്കും സാധനമുള്ളൂ. മനസ്സിലായിട്ട് എനിക്ക്? കല്യാണം കഴിഞ്ഞ് വന്ന് കയറിയാൽ പെൺകുട്ടികൾ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയും സ്വന്തം വീട്ടിൽ പോകാൻ വേണ്ടിയും ഭർത്താവിന്റെയും വീട്ടുകാരുടെയും കാല് പിടിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികൾ ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. പക്ഷെ ഒന്നോർക്കുക, നമ്മുടെ പെൺമക്കളും ഇങ്ങനെ മറ്റു വീടുകളിൽ കഴിയുന്നവരാണ്. അവർക്കും ഈ അവസ്ഥ വന്നേക്കാം.